ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ഫ്രഞ്ച് സൂപ്പർ താരമായ പോൾ പോഗ്ബക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതായത് 2023 നടത്തിയ ഡോപ്പിംഗ് ടെസ്റ്റിൽ പോൾ പോഗ്ബ പരാജയപ്പെടുകയായിരുന്നു. ഇതോടുകൂടി ഒരു ഇൻവെസ്റ്റിഗേഷൻ ആരംഭിച്ചു. തുടർന്ന് പോഗ്ബ കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തി. അങ്ങനെയാണ് 4 വർഷത്തേക്ക് ഒരു വലിയ സസ്പെൻഷൻ അദ്ദേഹത്തിന് ലഭിച്ചത്. പിന്നീട് അന്താരാഷ്ട്ര കായിക കോടതി ഇത് ചുരുക്കി 18 മാസത്തേക്ക് മാത്രമായിക്കൊണ്ട് ഈ ഒരു സസ്പെൻഷൻ വെട്ടിച്ചുരുക്കുകയായിരുന്നു. അങ്ങനെ ഈ വർഷം മാർച്ച് മാസത്തോടുകൂടി കളിക്കളത്തിലേക്ക് തിരിച്ചെത്താനുള്ള ഒരു അനുമതി പോൾ പോഗ്ബക്ക് ലഭിക്കുകയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് പ്രമുഖ ബ്രസീലിയൻ മാധ്യമമായ ESPN ബ്രസീൽ നൽകിയിട്ടുണ്ട്. അതായത് പോൾ പോഗ്ബ മടങ്ങിയെത്തിയതോടുകൂടി നെയ്മർ ജൂനിയർ ഈ താരത്തിന് വേണ്ടി ശ്രമിച്ചു എന്ന സുപ്രധാനമായ ഒരു വാർത്തയാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത്. അതായത് പോഗ്ബയെ സാന്റോസിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് നെയ്മർ ജൂനിയർ ശ്രമിച്ചത്. പോൾ പോഗ്ബയുമായി നെയ്മർ നേരിട്ട് സംസാരിച്ചിരുന്നു. നെയ്മറും പോഗ്ബയും അടുത്ത സുഹൃത്തുക്കളാണ്. പക്ഷേ സാന്റോസിലേക്ക് വരാൻ പോഗ്ബ വിസമ്മതിക്കുകയായിരുന്നു. കാരണം യൂറോപ്പിന് പുറത്തേക്ക് പോവാൻ അദ്ദേഹത്തിന് താല്പര്യമുണ്ടായിരുന്നില്ല. ഫ്രാൻസിന് പുറത്തേക്ക് പോവാൻ അദ്ദേഹത്തിന് താല്പര്യമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മൊണോക്കോയുമായി അദ്ദേഹം ഒപ്പുവെച്ചു എന്നുള്ളതാണ്. സാന്റോസിലേക്കുള്ള ഈ ഒരു നെയ്മറുടെ ക്ഷണം അദ്ദേഹം നിരസിക്കുകയായിരുന്നു. നേരത്തെ നെയ്മർ ജൂനിയർ FC ബാഴ്സലോണയിൽ കളിച്ചിരുന്ന സമയത്ത് പോഗ്ബയെ ബാഴ്സയിലേക്ക് എത്തിക്കാൻ വേണ്ടി നെയ്മർ തന്നെ ശ്രമിച്ചിരുന്നു. ഇതിന് മറുവശം കൂടിയുണ്ട്. യുവന്റസിൽ പോഗ്ബ കളിക്കുന്ന സമയത്ത് നെയ്മറെ യുവന്റസിലേക്ക് എത്തിക്കാൻ വേണ്ടിയും പോഗ്ബ ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇതൊന്നും നടക്കാതെ പോവുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് നെയ്മർ ജൂനിയർ ഇപ്പോൾ സാന്റോസിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചത്. അതും ഫലം കാണാതെ പോയിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതായാലും വലിയ ഒരു ഇടവേളയ്ക്ക് ശേഷം പോഗ്ബ കഴിഞ്ഞ മത്സരത്തിൽ മൊണോക്കോക്ക് വേണ്ടി കളിച്ചിരുന്നു. ആ ഒരു പഴയ മികവ് അദ്ദേഹത്തിന് വീണ്ടെടുക്കാൻ കഴിയും എന്ന് തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.